നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നു എന്നതിനുള്ള തെളിവെന്താണ്? ഏതെങ്കിലും ഫോട്ടോ ആണോ, പ്രതിമയാണോ, പ്രതിഷ്ഠയാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത സ്വഹാബികൾ മുതൽ ഇന്ന് വരെയുള്ള വിജ്ഞാന പരമ്പരയിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം അടയാളപ്പെടുത്തിയത്. ഒരു പ്രതിമയിലൂടെയല്ല, പ്രതിഷ്ഠയിലൂടെയല്ല. അങ്ങനെയുള്ള ഒരു മതത്തെയാണ് നമ്മുടെ മുമ്പിലേക്ക് വെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു വലിയ ജനതയെ ഇവിടെ നിർത്തിയിട്ട് അവരുടെ പരമ്പരകൾ ചരിത്രപരമായി സൂക്ഷിച്ചു പോന്നു. ഇതുപോലെ ലോകത്ത് ഓർമ്മിക്കപ്പെടുന്ന മറ്റൊരു നേതാവില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിക്കപ്പെടുന്നത് പോലെ ലോകത്ത് വേറെ ഒരാളും ഓർമ്മിക്കപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആധികാരികമായി വായിക്കപ്പെടുന്ന പോലെ ലോകത്ത് വേറെ ഒരാളും ആധികാരികമായി വായിക്കപ്പെടുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ വളരുന്നത് പോലെ ലോകത്ത് വേറെ ആരുടെ അനുയായികളും വളരുന്നില്ല. എന്താണ് കാരണം? അത്രമേൽ സത്യസന്ധമായ ഒരു സാന്നിധ്യമാണ്, പ്രഖ്യാപനമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പ്രവാചകത്വ പ്രഖ്യാപനം നടത്തിയത് മുതൽ ഇന്നേ വരെ 1400-ൽ പരം വർഷങ്ങളായി ഇതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയപ്പെടാത്ത ഒരു ദിവസവും ലോകത്തില്ല. പറയപ്പെടാത്ത ഒരു ദിവസവും ലോകത്തില്ല. എന്നു മാത്രമല്ല, ഇന്ന് ലോകത്ത് ഏകദേശം 200 കോടിയോളം വരുന്ന മുസ്ലിങ്ങളുണ്ട്. ഈ 200 കോടിയോളം വരുന്ന മുസ്ലിങ്ങളിൽ ഒരു 100 കോടി മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നു എന്ന് വന്നാൽ ഇന്ന് ഇശാ കഴിഞ്ഞതോടുകൂടി, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഇശാ ആകുന്നതോടുകൂടി ഓരോ വിശ്വാസിയും 9 പ്രാവശ്യം പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും നിർബന്ധമായും നിത്യേന 9 തവണ സലാം ചൊല്ലുന്നുണ്ട്. നമ്മുടെ ഉമ്മയ്ക്ക് സലാം ചൊല്ലാറില്ല അത്രയും. ഉപ്പയോട് ഇത്രയും പ്രാവശ്യം ഒരു ദിവസം സലാം ചൊല്ലാറുണ്ടോ? നമ്മുടെ വീട്ടിലാണ് ഉമ്മയുള്ളതെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴെല്ലാം സലാം ചൊല്ലുമെങ്കിലും അങ്ങനെയൊക്കെ വെച്ചാൽ പോലും 9 പ്രാവശ്യം ദിവസം നിർബന്ധമായും സലാം ചൊല്ലുന്ന ഒരു സമീപനം, ഒരടുപ്പം ഉമ്മയോട് നമുക്ക് പാലിക്കാൻ കഴിയാറുണ്ടോ? എന്നാൽ ഓരോ വിശ്വാസിയും നിത്യേന നിർബന്ധമായും 9 തവണ പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബി. സുന്നത്ത് നിസ്കാരം കൂടി എണ്ണിയാൽ അതിലേറെയാണ്. അപ്പോൾ 100 കോടി ജനങ്ങൾ നിസ്കരിക്കുന്നു എന്ന് വന്നാൽ ഒരു ദിവസം എത്ര കോടി പ്രാവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാം ചൊല്ലുന്നത്, അഥവാ അഭിവാദ്യം ചെയ്യുന്നത്? ഇത്രമേൽ അഭിവാദ്യം ചെയ്യപ്പെടുന്ന ഒരു നേതാവ് ലോകത്ത് വേറെ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വിളിച്ചു പറയുന്നുണ്ട്.
എല്ലാ ദിവസവും 5 നേരം ഓരോ പള്ളിയിൽ നിന്നും 5 സമയങ്ങളിൽ ആയി വിളിച്ചു പറയുന്നുണ്ട് 10 പ്രാവശ്യം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് 10 പ്രാവശ്യം വിളിച്ചു പറയുന്നുണ്ട്. ഇതുപോലെ ഈ നാട്ടിൽ പേര് പറയപ്പെടുന്ന ഒരാൾ വേറെ ആരാണ്? വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരാളെയും നമുക്ക് കാണാനില്ല. ഒരാളെയും ലോക ചരിത്രത്തിൽ തന്നെ വായിക്കാനില്ല. ഓരോ നാട്ടിലും 10 പ്രാവശ്യം വിളിച്ചു പറയപ്പെടുകയാണ്. ടൈം വ്യത്യാസം വെച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഇശാഇന്റെ വാങ്ക് കഴിഞ്ഞു, UAE-യിൽ മഗ്രിബിന്റെ വാങ്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ, സൗദിയിൽ അസറിന്റെ വാങ്ക് കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ നോക്കിയാൽ ഓരോ രാജ്യങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ളുഹർ കഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്, സുബഹി കഴിഞ്ഞതേ ഉള്ളൂ എന്ന സ്ഥലങ്ങളുണ്ട്, അടുത്ത സുബഹിയായ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കിയാൽ ലോകത്തെ എല്ലാ സമയത്തും വിളിച്ചു പറയപ്പെടുന്ന നേതാവാണ് സയ്യിദുൽ വജൂദി വൽ കായിനാതി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സമയത്തും ലോകത്ത് വിളിച്ചു പറയപ്പെടുന്നുണ്ട്. ഒരിടത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് മുഴങ്ങുന്നുണ്ട് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മുടെ നാട്ടിൽ അഥവാ ശാഫിഈകൾ താമസിക്കുന്ന നാട്ടിൽ, അതുപോലെ വ്യവസ്ഥാപിതമായ ചില സംവിധാനങ്ങളുള്ള നാടുകളിലും സമയം അറിയിക്കാനാണ് വാങ്ക് കൊടുക്കുന്നത്. അഥവാ ളുഹറിന്റെ സമയം ആയി എന്നറിയിക്കാൻ എല്ലാ പള്ളിയിൽ നിന്നും ഒരേ സമയത്തു തന്നെ വാങ്ക് കൊടുക്കും. എന്നാൽ നോർത്ത് ഇന്ത്യയിലും ഹനഫികൾ ഏറെ താമസിക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം വാങ്ക് കൊടുക്കുന്നത് ആ പള്ളിയിലെ ജമാഅത്തിന് നിശ്ചിത സമയം മുമ്പാണ്. എന്ന് പറഞ്ഞാൽ ളുഹർ മുതൽ അസ്ർ വരെ ളുഹറിന്റെ വാങ്ക് ഉണ്ടാവും. അസ്ർ മുതൽ മഗ്രിബ് വരെ അസ്റിന്റെ വാങ്ക് ഉണ്ടാവും. മഗ്രിബ് മുതൽ ഇശാ വരെ ഇശാഇന്റെ വാങ്ക് ഉണ്ടാവും. പല പള്ളികളിലായി ഇശാ തന്നെ ഏറെ വൈകി നടക്കുന്ന സ്ഥലങ്ങളുണ്ടാകും. 9 മണിക്ക് ഇശാ ജമാഅത്ത് നടക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ 8:40 വാങ്ക് കൊടുക്കുക. ഇങ്ങനെ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ലോകത്ത് മുഴങ്ങാത്ത ഒരു സമയവും ഇല്ല, വിളിച്ചു പറയപ്പെടാത്ത ഒരു നേരവും ഇല്ല. ഇപ്പോഴും വിളിച്ചു പറയപ്പെടുന്നുണ്ട്. ഇതുപോലെ ഒരു നേതാവിനെ വേറെ നമുക്ക് ലോകത്ത് വായിക്കാനുണ്ടോ, അറിയാനുണ്ടോ? കഴിഞ്ഞുപോയ ഏതെങ്കിലും ഭരണാധികാരികളുണ്ടോ, സമ്പന്നന്മാരുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈദ്ധാന്തികന്മാരുണ്ടോ? ഒരാളെയും നമുക്ക് കാണാനില്ല, വായിക്കാനില്ല. ഇപ്പോഴും പേര് വിളിച്ചു പറയപ്പെടുന്ന ഒരേ ഒരു നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് റാഹത്തായിട്ട് ഉണ്ടാവണം. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ലോകത്തെവിടെയും എപ്പോഴും വിളിച്ചു പറയപ്പെടുന്ന നേതാവാണ്. ഇപ്പോഴും പറയപ്പെടുന്ന നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു വിശേഷം കൂടി ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറു ശരീഫിന്റെ ഉള്ളിൽ കിടത്തിയിട്ട് ഇന്നുവരെ ആളൊഴിഞ്ഞ ഒരു സമയവും മദീനയിൽ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ ശരീഫിന്റെ ഉള്ളിൽ കിടത്തിയത് മുതൽ ഇന്ന് വരെ അവിടെ നിന്ന് ആളൊഴിഞ്ഞിട്ടില്ല. വേറെ ഏതെങ്കിലും ഒരു നേതാവിനെ മറമാടിയ ശേഷം 1437 കൊല്ലം മുമ്പാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറു ശരീഫിലേക്ക് കിടത്തിയത് ഈ 1437 കൊല്ലത്തിനിടയിൽ ഒരു ദിവസം പോലും മദീനയിൽ ആളൊഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ കിടത്തിയിട്ട് ലോകത്തിന്റെ കണ്ണ് അടഞ്ഞിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. 2 സമയങ്ങളിലാണ് മദീനയിൽ ആളൊഴിഞ്ഞത്. ഒന്ന് ഹറ യുദ്ധവേളയിലാണ്. ആ സമയത്ത് സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നീട് ആളൊഴിഞ്ഞ കാലം കോവിഡ് കാലമാണ്. അന്ന് പള്ളിയിലെ സേവകന്മാരായ ആളുകൾ റൗളയിലായിരുന്നു അത്രേ 5 നേരത്തെ നിസ്കാരവും നിർവഹിച്ചിരുന്നത്. അപ്പോഴും പൂർണ്ണമായി മദീനയിൽ നിന്ന് ആളൊഴിഞ്ഞിട്ടില്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറമാടപ്പെട്ടത് മുതൽ ഇന്ന് വരെ ഒരിക്കൽ പോലും ആളൊഴിഞ്ഞിട്ടേ ഇല്ല. ജനസാന്നിധ്യത്തിൽ തന്നെ വിശ്രമിക്കുന്ന നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ നമ്മുടെ കയ്യിൽ തന്നിട്ട് പോയ ഏറ്റവും വലിയ സമ്മാനമാണ് അശ്ശരീഅത്തുസ് സമാവിയ്യ. അല്ലാഹു തആല അവതരിപ്പിച്ച പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് അന്ത്യനാൾ വരെയും പിഴക്കാതെ ജീവിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഈ മാർഗത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഏതാണ് ശരിയായ ഇസ്ലാം? ശരിയായ മാർഗം എങ്ങനെയാണ് മനസ്സിലാവുക? അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയോട് ചേർന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭവനത്തിൽ ലോകത്തോട് വിട പറഞ്ഞ് അവിടുത്തെ തിരുശരീരം കിടക്കുകയാണ്. അന്നുവരെ ഇസ്ലാമിൽ പ്രവേശിക്കാത്ത ഒരാൾ ഇസ്ലാം അന്വേഷിച്ചുകൊണ്ട് വന്നു എന്ന് വെക്കുക. എന്നാൽ അയാളുടെ കയ്യിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ എടുത്തു കൊടുക്കാൻ പറ്റുന്ന വല്ല പുസ്തകവും ഉണ്ടോ? ഒരു പുസ്തകവും രചിക്കപ്പെട്ടിട്ടില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടില്ല, സ്വഹീഹുൽ ബുഖാരി രചിച്ചിട്ടില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടില്ല, സ്വഹീഹ് മുസ്ലിം എഴുതിയിട്ടില്ല. 6 ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരാൾ പോലും, ഒരു ഗ്രന്ഥകർത്താവ് പോലും ജനിച്ചിട്ടില്ല. ഒരു ഗ്രന്ഥവും രചിക്കപ്പെട്ടിട്ടില്ല. എന്തിനേറെ പരിശുദ്ധമായ ഖുർആനെങ്കിലും 2 ചട്ടക്കുള്ളിൽ വ്യവസ്ഥാപിതമായി ക്രമീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അങ്ങനെയും ക്രമീകരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എവിടെയായിരുന്നു പരിശുദ്ധ ഇസ്ലാമിനെ വെച്ചിട്ട് പോയത്? അതിന് ഒരു മറുപടിയേ ഉള്ളൂ, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. എൻ്റെ മഹാന്മാരായ സ്വഹാബികൾ ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിലൂടെ നിങ്ങൾ പോകണം. സ്വഹാബത്തിന്റെ ഓർമ്മയിലാണ് ഖുർആനുള്ളത്, സ്വഹാബത്തിന്റെ ജീവിതത്തിലാണ് സുന്നത്തുള്ളത്, സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങളിലാണ് ഇസ്ലാം ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെ നിലനിൽക്കേണ്ട ഇസ്ലാമിനെ എവിടെ വെച്ചിട്ട് പോയി എന്ന് ചോദിച്ചാൽ അതിന് ചരിത്രപരമായി ഒരു മറുപടിയേ ഉള്ളൂ, വസ്തുതാപരമായി ഒരു മറുപടിയേ ഉള്ളൂ. നമുക്ക് ആദ്യം പറയാനുള്ള മറുപടി എന്താണ്? തറക്തു ഫീകും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴിപിഴക്കുകയില്ല. അതേതൊക്കെയാണ്? കിതാബുല്ലാഹ്, ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ്. രണ്ടാമത്തത് സുന്നത്തു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. എന്നാൽ അടുത്ത ഒരു ചോദ്യമാണ്,
ഈ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ വെച്ചിട്ടാണ് വഫാത്തായത്? ഖുർആൻ ഏതെങ്കിലും ഒരു മെമ്മറി ഡിസ്കിൽ വെച്ചിട്ടാണോ പോയത്? ഖുർആൻ ഏതെങ്കിലും ഒരു ഗ്രന്ഥശാലയിൽ സൂക്ഷിച്ചിട്ടാണോ പോയത്? ഖുർആൻ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസിലാക്കിയിട്ടാണോ പോയത്? അല്ല. മഹാന്മാരായ സ്വഹാബത്തിന്റെ ഓർമ്മയിലും മഹാന്മാരായ സ്വഹാബത്തിന്റെ ഹൃദയത്തിലും മഹാന്മാരായ സ്വഹാബത്തിന്റെ പാരായണത്തിലുമാണ് പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയത്. അപ്പോൾ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് ഇസ്ലാം കിട്ടാൻ ഈ ഇസ്ലാം ഒരു കൊല്ലത്തേക്കുള്ളതല്ല, 1000 കൊല്ലത്തേക്കുള്ളതല്ല. അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനം നൽകേണ്ട ഇസ്ലാം, പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ വെച്ചിട്ട് പോയി എന്ന് ചോദിച്ചാൽ അതിന് ഒരു മറുപടിയേ ഉള്ളൂ: സ്വഹാബികളെ ഏൽപ്പിച്ചിട്ട് പോയി. ആ സ്വഹാബികൾ അതിന് പറ്റുന്നവരാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്: വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി തിരുശരീരം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുമ്പോൾ പുതുതായി ഒരാൾ ഇസ്ലാമിനെ അന്വേഷിക്കാൻ വന്നാൽ അയാൾക്കെടുത്തു കൊടുക്കാനുള്ള റഫറൻസ് ഏതാണ്? അതാ നിൽക്കുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് ജീവിക്കുന്ന ഇസ്ലാമാണ്. കണ്ടുപഠിച്ചോളൂ, കേട്ടുപഠിച്ചോളൂ. അതാണ് അൽ ഇസ്ലാമുൽ ഹൈ, ജീവിച്ചിരിക്കുന്ന ഇസ്ലാം. അതാ നിൽക്കുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അവര് ജീവിക്കുന്ന ഇസ്ലാമാണ്, ഏറ്റെടുത്തോളൂ. അതാ നിൽക്കുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് ജീവിച്ചിരിക്കുന്ന ഇസ്ലാമാണ്, നിങ്ങൾ ഏറ്റെടുത്തോളൂ. അങ്ങനെയല്ലാതെ ഒരു മറുപടി ചരിത്രപരമായി ഇസ്ലാമിന് പറയാനില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം പരമ്പരയായി മനുഷ്യരിലേക്ക് കൈമാറുന്ന ഇസ്ലാമാണ്. മനുഷ്യരിലേക്ക്, വിശ്വാസികളിലേക്ക് ജീവനോടെ കൈമാറുന്ന ഇസ്ലാമിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നേച്ചു പോയത്. ആ ഇസ്ലാമിനെ അതേ അർത്ഥത്തിൽ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം.